ഇത്തവണത്തെ പോലെ നിസ്സാരമായി നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പേടിക്കണ്ട, ജസ്റ്റ് ഒന്ന് അലേർട്ടായിരിക്കാൻ വേണ്ടി പറഞ്ഞതാ. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ, ആൻറ്റിയോട് പറഞ്ഞാൽ മതി. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മെഡിക്കൽ റിപ്പോർട്ട്. സന്തോഷമായില്ലേ നിനക്ക്? അച്ഛനെ ആ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചപ്പോ തൃപ്തിയായില്ലേ നിനക്ക്? സ്വന്തം മനസ്സ് പറയുന്ന ജീവിതത്തിന് വേണ്ടി നീ വാശി പിടിക്കുമ്പോ അതൊന്നും ഉൾക്കൊള്ളാനാവാതെ ഹൃദയം പൊട്ടി മരിക്കുന്ന അച്ഛൻ്റെ അമ്മയുടെയും മുഖം കൂടി ഓർമ്മയിൽ വയ്ക്കണം നീ. അവർക്കെന്തോ കാര്യമായ ഒരു പ്രോബ്ലം ഉണ്ട് ജോ. എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. ആഹാ, മമ്മി ഇതുവരെ ആ കാര്യം മനസ്സിൽ നിന്ന് വിട്ടില്ലേ? എന്തോ വിജയുടെ കാര്യം നീ വന്ന് പറഞ്ഞപ്പോ മുതൽ എന്തോ ഒരു സങ്കടം. ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച പോലെ ഒരു അന്തരീക്ഷമല്ല ഇപ്പൊ അവിടെ. അന്നവിടെ പോയപ്പോഴേ എനിക്കങ്ങനെ തോന്നിയായിരുന്നു. ഇപ്പൊ ഇങ്ങനെയും കൂടെ കേട്ടപ്പോ ഒരു കാര്യം ഉറപ്പാ ജോ, മുരളിയുടെയും വിജയുടെയും ഫാമിലികൾ തമ്മിൽ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട്. നിനക്ക് തോന്നിയില്ലേ അങ്ങനെ? അത് ഞാൻ അപ്പോഴേ മമ്മിയോട് പറഞ്ഞല്ലേ. മമ്മി പറഞ്ഞതുപോലെ ഒരടുപ്പവും സൗഹൃദമൊന്നും എനിക്കവിടെ ഫീൽ ചെയ്തതേയില്ല. പിന്നെ ആ കുട്ടിയില്ല അപ്പു, അതൊരു മിസ്റ്റീരിയസ് ക്യാരക്ടറാണെന്ന് തോന്നി. ഇന്ന് ആ കുട്ടിയോട് സംസാരിച്ചപ്പോ ആ തോന്നൽ ഒന്നുകൂടി ബലപ്പെടുകയും ചെയ്തു. ശരിയാ, അന്ന് അശ്വതിയുടെ വീട്ടിൽ വെച്ചും വളരെ ഡിഫറൻ്റ് ആയിട്ടാ ആ കുട്ടി പെരുമാറിയത്. അശ്വതിയുടെ സംസാരത്തിലും അവർക്കതിനോടുള്ള ഒരു താല്പര്യക്കുറവ് പ്രകടമായി. ഒരുപക്ഷെ അവളെ ചുറ്റിപ്പറ്റിയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാവാം വിജയുടെ ടെൻഷൻ. മേ ബി അതിനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ചിലപ്പം വല്ല അഫെയറോ ലവ് ഫെയിലിയറോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസും ആവാം. പക്ഷെ ജോ, എനിക്കറിയാവുന്ന വിജയ് അത്തരം കാര്യങ്ങളിലൊന്നും ഇങ്ങനെ പാനിക് ആവുന്ന ഒരാളേ അല്ല. കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാനും സ്ട്രെസ് മാനേജ് ചെയ്യാനും പരിശീലിപ്പിക്കുന്ന ഒരാൾക്ക് വളരെ കൂൾ ആൻഡ് ഈസിയായി അത്തരം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലേ? പ്രത്യേകിച്ചും ഗീതയെ പോലെ വളരെ സെൻസിബിൾ ആയ ഒരു പാർട്ട്ണർ കൂടെ ഉള്ളപ്പോ. എനിക്കുറപ്പാ ഇത് മറ്റെന്തോ കാര്യമാണ്. എന്തെങ്കിലും ആവട്ടെ മമ്മി, നമ്മളോട് ഷെയർ ചെയ്യാൻ അവർ തയ്യാറാവത്തോടത്തോളം പിന്നെ നമ്മൾ എന്തിനാ അതേക്കുറിച്ച് ബോധേഡാവുന്നത്? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്കിളിനോ അവർക്കോ മമ്മിയോടെങ്കിലും തുറന്ന് സംസാരിക്കായിരുന്നില്ലേ? അവരതിന് തയ്യാറാവുന്നില്ലെങ്കിൽ അതിനർത്ഥം അവരത് മറ്റാരോടും ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് തന്നെയാണ്. പിന്നെ നമ്മൾ എന്തിനാ അതിനെക്കുറിച്ച് ആലോചിച്ച് തലപുണ്ടാക്കുന്നത്? എന്നാലും ഇതാ മമ്മിയുടെ കുഴപ്പം. മറ്റുള്ളവരുടെ കാര്യം തലയെ കയറ്റി വെച്ച് ആവശ്യമില്ലാത്ത പ്രഷർ എടുക്കും. അതെ, ഇത്രയും കാലം എന്നെയും കൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ എന്റെ പാവൻ ടീച്ചർ. ഇനിയെങ്കിലും ഉള്ള കാലം ഹാപ്പി ആയിട്ട് ജീവിക്കണ്ടേ നമുക്ക്? അതിനുവേണ്ടിയാണ് നമ്മൾ ഇവിടേക്ക് വന്നത്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും തലയെ കയറ്റി വെച്ച് ഉള്ള സന്തോഷവും സമാധാനവും ഇല്ലാതാക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ടീച്ചർ വന്നേ, നമുക്ക് വല്ലതും കഴിക്കാം. എനിക്ക് നല്ല വിശപ്പ്. വന്നേ വന്നേ വന്നേ.
ഹലോ. ആ ഗീത, വിജയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ആള് നേരത്തെ കിടന്നു. ഉറക്കായോ? മയങ്ങിയും തോന്നുന്നു. ഫോൺ കൊടുക്കണോ? ആഹാ, വേണ്ട വേണ്ട. പാവം ഉറങ്ങിക്കോട്ടെ, ഡിസ്റ്റർബ് ഒന്നും ചെയ്യണ്ട. ഞാൻ ഗീതയോട് സംസാരിക്കാനാ വിളിച്ചത്. ഗീതേ, പെട്ടെന്ന് വിജയ്ക്ക് ഇങ്ങനെ സംഭവിക്കാനും മാത്രം എന്താ ഉണ്ടായത്? വിജയ്ക്ക് പേഴ്സണലായി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഗീതയുടെ അറിവിൽ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയൊന്നുമില്ല ഡേസി. വർക്ക് ലോഡ് കൂടിയതിന്റെ സ്ട്രെസ്സാവുന്ന ജോബിൻ പറഞ്ഞത്. ജോബ് എന്നോടും അങ്ങനെ തന്നെയാ പറഞ്ഞത്. പക്ഷേ വിജയ് പോലെ വർക്ക്ഹോളിക്കായിട്ടുള്ള ഒരാൾക്ക് അങ്ങനൊരു സ്ട്രെസ് വരേണ്ടതല്ലോ. അതാ ഞാൻ ചോദിച്ചത്. ഇനി മോളുടെ കാര്യത്തിൽ വിജയ്ക്കും ഗീതയ്ക്കും എന്തെങ്കിലും ടെൻഷനുണ്ടോ? അന്ന് കണ്ടപ്പോ അവൾക്കെന്തോ മൂഡ് ഓഫ് ഉള്ളതുപോലെ തോന്നി. ഗീതയോടാകുമ്പോ എനിക്ക് തുറന്നു ചോദിക്കാമല്ലോ. ഒന്നുമില്ല ഡേസി, അവക്ക് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. ഞാൻ എൻ്റെ ഒരു ആൻസൈറ്റി കൊണ്ട് ചോദിച്ചതാ. ജോ വന്ന് വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോ ഞാൻ ആകെ അങ്ങ് വിഷമിച്ചു പോയി. ആ സമയത്ത് ജോബ് അവിടെ ഉണ്ടായിരുന്നത് ഒരു അനുഗ്രഹമായി. അതെ അതെ, ഞാനും അത് അവനോട് പറഞ്ഞു. സാരമില്ല, ഗീത വിഷമിക്കണ്ട. ഇനി വിജയുടെ കാര്യം ജോ ഫോളോ അപ്പ് ചെയ്തോളൂ. ആ, മരുന്ന് മുടങ്ങാതെ നോക്കണേ. വിജയോട് പറ നന്നായിട്ട് റെസ്റ്റ് എടുക്കാൻ. ഇനി ജോലിയൊക്കെ ചെക്കപ്പ് കഴിഞ്ഞിട്ട് മതിയെന്ന് വെക്കണം. ഞാൻ പറഞ്ഞാൽ അതൊന്നും BP കേക്കില്ല ഡേസി. ഗീത വിഷമിക്കണ്ട, അതൊക്കെ ഞാൻ ജോബിനെ കൊണ്ട് പറയിപ്പിക്കാം. പിന്നെ അപ്പു ഉറങ്ങിയോ? അവള് റൂമിലാ, ഉറങ്ങിക്കാണും. ശരി, ഞാൻ നാളെ വിളിക്കാം. സമാധാനത്തോടിരിക്കെ. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.